ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ദുബായ് മാളിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. ഇപ്രാവശ്യത്തെ വരവിൽ ആദ്യമായിട്ടാണ് ദുബായ് മാളിലേക്ക് പോകുന്നത്. ഓൾറെഡി പോയിട്ടുള്ള കാരണം ഒരുപാട് ദൂരം നടക്കാനുള്ള കാരണവും മടി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ക്രിസ്മസ് ഈവനിങ്ങിനെ പുറത്ത് എവിടെ പോകുമെന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ ദുബായ് മാൾ വരെ പോയിട്ട് വരാമെന്ന് വിചാരിക്കണേ. അങ്ങനെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ മെട്രോയിലാണ് പോയത്. ബുർജുമാനിൽ വെച്ചിട്ട് അവനെ മീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 പേരുമായിട്ടാണ് അവിടെ എത്തിയത്. ക്രിസ്മസ് പ്രമാണിച്ച് ഒരുപാട് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുമായിരുന്നേ. അപ്പം ഞങ്ങൾ മെട്രോ ഇറങ്ങി അങ്ങനെ മോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായ് മാൾ സ്ഥിതി ചെയ്യുന്നത് ഡൗൺ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ്. ഒരു വർഷത്തിൽ ഏകദേശം 100 മില്യണിലധികം വിസിറ്റേഴ്സ് ഇവിടെ എത്തിപ്പോകുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ശരിയായിരിക്കാം, കാരണം ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഇറാനീനെ പരിചയപ്പെട്ടു. ബുർജ് ഖലീഫ കാണാനാണ് വന്നതെന്നാണ് പറഞ്ഞത്. ദുബായ് മോളിനോട് ചേർന്നാണ് ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നതെന്ന് ഇനി ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 1200-ലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സും ഫാമിലി ആയിട്ട് പോയിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനും എൻ്റർടൈൻ ചെയ്യാനും ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാനും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോഴ്സിലൊക്കെ സന്ദർശിക്കാനൊക്കെ പറ്റിയ ഒരു മോൾ തന്നെയാണ്. സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും ഫാഷൻ അവന്യൂസും കൊണ്ടൊക്കെ ഒരു ലക്ഷറി ഹോം തന്നെയാണ് നമ്മൾ ദുബായ്ക്കാർക്ക് നമ്മുടെ ദുബായ് മാൾ. Långt från svenska kusten skär ska jag fira julen här på Hawaii. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണുടക്കിയ ഒരു സ്ഥലം കാണിച്ചു തരാവേ. എന്ത് ക്യൂട്ടായിട്ടുള്ള ക്ലോക്സ് ആണ് നോക്കി. കിഡ്സിനൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ പോലത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് നോക്കി, എന്ത് ചന്താ. ഇത് നോക്കിയിരുന്നാലേ സമയം പോണതറിയില്ല. അതേപോലത്തെ ചലിക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഐറ്റംസ് അവിടെ കാണാൻ പറ്റി. റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ച് കുറേ നേരം അവിടെ വായും പൊളിച്ച് നിന്ന്. Ska jag fira julen här på Hawaii. Men det lindrar ej hemlängtans glöd. Men det lindrar ej hemlängtans glöd. Ensam sjöman långt från svenska kusten skär ska jag fira julen här på Hawaii. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സൂക്ക് ഏരിയയിലേക്കാണ് പോയത്. അവിടുത്തെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ അതിമനോഹരമായിരുന്നു. ലോകത്തിലെ തന്നെ വലിയ മാളുകളിലൊന്നായ ദുബായ് മോളും ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയുടെ അടുത്ത്. അപ്പോൾ അവിടെ പോയ രണ്ടുണ്ടേ ഗുണം. ദുബായ് മാളിനകത്തുള്ള അക്വേറിയം, ബുർജ് ഖലീഫയും ദുബായ് ഫൗണ്ടെയിൻസും ഒക്കെയാണ് ഷോപ്പിങ്ങിനുപരി ദുബായ് മോളിനെ മറ്റ് മോളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ഷോപ്പിംഗ് സെൻറ്റർ ദുബായ് മോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് 2008 നവംബറിലാണ്. ഇമാർ പ്രോപ്പർട്ടീസിൻ്റെതാണ് ബുർജ് ഖലീഫ എന്ന് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇമാർ പ്രോപ്പർട്ടീസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുഹമ്മദ് അലി അലാബർ തന്നെയാണ് ദുബായ് മോളിൻ്റെയും ഫൗണ്ടർ.
när långt från svenska kusten skär. Men det lindrar ej hemlängtans död. മറ്റ് അട്രാക്ഷൻസിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ടത് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ തന്നെയാണ്. ദ അണ്ടർ വാട്ടർ പാരഡൈസിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഇത്തരത്തിലൊരു ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാർ എൻ്റർടൈൻമെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ്. 300-ലധികം മറൈൻ ആനിമൽസ് ഇവിടെ കാണപ്പെടുന്നുണ്ട്, ഷാർക്സും റേസും അടക്കം. അകത്തേക്ക് കയറാനായിട്ട് 146 ദിർഹംസാണ് എൻട്രി ഫീസ് ആയിട്ട് വരുന്നത്. ഒരു വിസ്മയ ലോകം തന്നെയാണ്. അതിനകത്ത് തന്നെ ഒരു ടണൽ, നമ്മൾ നടന്നു പോകുന്ന ടണലിനുള്ളിൽ കൂടെ നമുക്ക് മുകളിലായിട്ട് ഈ മറൈൻ ആനിമൽസിനെ കാണാനും അടുത്ത് കാണാനും എല്ലാം അവസരമുണ്ട്. എന്നാൽ അതിനകത്ത് കയറാൻ പറ്റാത്തവർക്ക് പുറത്ത് നിന്നിട്ടായാലും ചെറിയൊരു പരിധി വരെ ആസ്വദിക്കാനായിട്ട് പറ്റും. മോളിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ മുഴുവൻ ഗ്ലാസ്സാണ്, അതുകൊണ്ട് നമുക്ക് പുറത്ത് നിന്നായാലും അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ H&M ഷോപ്പിനടുത്ത് നിന്ന കാരണം വലിയ തിരക്കൊന്നുമില്ലാതെ കുറച്ച് സമയം അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പ്ലേ DXB എന്ന പേരിലുണ്ട്. പിന്നീട് റീൽ സിനിമാസ്, ഒരു 22 സ്ക്രീനായിട്ട് ഒരു സിനിമാ തിയേറ്റർ അതിനകത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദി ലാർജസ്റ്റ് തിയേറ്റേഴ്സാണ്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സും ഫോഗ് ലൈറ്റ്സും സ്ട്രോബ് ലൈറ്റ്സും ഒക്കെ കൊണ്ട് ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ഉണ്ട്. ഹിസ്റ്റേറിയ എന്നാണ് അതിൻ്റെ പേര്. ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പോകുന്നതിന് മുൻപ് ഈ കഥ കൂടി കേട്ടോളൂ. പണ്ടൊരിക്കലും ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കുഞ്ഞു കുട്ടി അപ്രത്യക്ഷമാകുന്നു. ആ കുട്ടിയെ അന്വേഷിച്ച് വീട്ടുകാർ പോകുമ്പോൾ അവർക്ക് ഉള്ളിൽ തോന്നുന്നതാണ് ഇവിടെ വരുന്ന ഗസ്റ്റിന് ആ കുട്ടി എങ്ങനെയാണ് അപ്രത്യക്ഷമായതെന്ന് അറിയാമെന്ന്. സോ ആ ഗസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തും പേടിപ്പിച്ചുമൊക്കെ കുട്ടി എവിടെയുണ്ടെന്ന് അറിയാൻ ശ്രമിക്കുന്ന ഒരു ഫാമിലിയുടെ കഥ. അതാണ് ഈ ഒരു ഹോണ്ടഡ് ഹൗസിന് പിന്നിലുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളാണ് അവിടെ പോകുന്ന ഗസ്റ്റ്. നിങ്ങളെ പേടിപ്പിച്ചും കിഡ്നാപ്പ് ചെയ്തും നിങ്ങളെ കൊണ്ട് ആ കുട്ടി എവിടെയെന്ന് പറയിപ്പിക്കുന്ന രീതിക്കാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പേടിക്കാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ ഇപ്പം തന്നെ വണ്ടി വിട്ടോ. ദ നെക്സ്റ്റ് വൺ ഈസ് ദുബായ് ഡിനോ. ഒരു ദിനോസറിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഫോസിൽ. 7 മീറ്ററോളം നീളവും 24 മീറ്ററോളം വീതിയുള്ള ഒരു അസല് ദിനോസർ. ദുബായ് ഗ്രീക്ക് ടവറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ദുബായ് മോളിൻ്റെ ഗ്രാൻഡ് ഓഡിറ്റോറിയവും കുട്ടികൾക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് തീം പാർക്കായിട്ടുള്ള കിഡ്സാനിയുമാണ് മറ്റ് അട്രാക്ഷൻസ്. അഡൾട്ട്സിന് 145 ദിർഹംസ് ആണെങ്കിലും 2 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് എൻട്രി ഫീസ് ഫ്രീ ആണ്. കുട്ടികളുമായിട്ട് പോകാൻ പറ്റിയ, സമയം പോകാൻ പറ്റിയ, നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ. 140 തരം സ്പീഷീസിലായിട്ടുള്ള തൗസൻഡ്സ് ഓഫ് അക്വാട്ടിക് ആനിമൽസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. 48 മീറ്ററോളം നീളമുള്ള ടണലാണ് അക്വേറിയത്തിനകത്തായിട്ടുള്ളത്. ഇങ്ങനൊരു കൂടിനകത്ത് കയറിയിരുന്ന് വെള്ളത്തിനകത്ത് വെച്ച് വെള്ളത്തിനകത്തെ കാഴ്ചകൾ കാണാനും ഒരു രസമല്ലേ? നാട്ടിലുള്ളവർക്ക് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ പറ്റിയൊരു സ്ഥലം പറഞ്ഞുതരാം. മറൈൻ വേൾഡ് ചാവക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 മറൈൻ അക്വേറിയമാണ്. ഇതുവരെ പോയിട്ടില്ലാത്തവരെ എത്രയും പെട്ടെന്ന് പോയി കാണുന്നേ. ദുബായ് മോളിൻ്റെ എൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫയാണ്. മാനം മുട്ടേ വളർന്നു നിൽക്കുന്ന നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫ. അതിൻ്റെ ടോപ്പിലേക്ക് കയറാനായിട്ട് 459 ദിർഹംസാണ് വരുന്നത്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എൻട്രി ഫ്രീ ആണെന്ന് തോന്നുന്നു. 2004 ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്തു തന്നത് അല്ലെങ്കിൽ പണി പൂർത്തിയാക്കപ്പെട്ടത് 2010 ഇമാ ഗ്രൂപ്പിൻ്റെ ആനുവൽ ഇവൻ്റ് നടക്കുന്നത് 31 ഡിസംബറിലാണ്. ബുർജ് ഖലീഫയിലെ ഫയർ വർക്ക്സോട് കൂടിയിട്ടാണ് അവരത് ആഘോഷിക്കുന്നത്. Långt från svenska kusten skär ska jag fira julen här på Hawaii.
man är långt från kusten skär. Ska jag fira julen här på Hawaii? Men det lindrar ej hemlängtans glöd. Men det lindrar ej hemlängtans glöd. Ensam sjöman är långt från svenska kusten skär. Ska jag fira julen här på Hawaii? Ensam sjöman är långt från svenska kusten skär. Men det lindrar ej hemlängtans glöd. Ensam sjöman är långt från svenska kusten skär. Ska jag fira julen här på Hawaii? Ensam sjöman är långt från svenska kusten skär. Ska jag fira julen här